ഹായ് ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. ഞാൻ രഹനയാണ്. രഹന പറഞ്ഞു. ഏത് രഹന? എവിടുത്തെ രഹന? ജംഷീറിന്റെ ശബ്ദത്തിൽ നീരസം. രഹന ഫോൺ കട്ട് ചെയ്തു. അവന് എന്നെ ഓർമ്മയില്ല. ഇനി എന്തിനു താൻ അവനു വേണ്ടി യുദ്ധം ചെയ്യണം? രഹനയുടെ നിക്കാഹ് ദിവസം പാഞ്ഞെത്തി. കൂട്ടുകാരികൾ അവളെ അണിയിച്ചൊരുക്കി. രഹന, നമ്മുടെ രഹന സുന്ദരിയാട്ടോ, കൂട്ടുകാരികളിൽ ഒരാൾ പറഞ്ഞു. മറ്റുള്ളവർ പുഞ്ചിരിച്ചു. തലയിൽ നിറയെ മുല്ലപ്പൂവും കണ്ണിൽ നിറയെ പ്രതീക്ഷകളുമായി രഹന കല്യാണപ്പന്തലിലൂടെ ഉലാത്തി. രഹനയെ കൂട്ടിക്കൊണ്ടുപോവാൻ ചെറുക്കനും കൂട്ടരും എത്തി. പേരെഴുതിയ കാറിൽ രഹന തന്റെ ഭർത്താവ് അക്ബറിന്റെ കൂടെ ഇരുന്നു. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അക്ബറിന്റെ വീട്ടുമുറ്റത്തൊരുക്കിയ പന്തലിൽ രഹന ഇരുന്നു. അയൽവാസികൾ ഓരോരുത്തരും അവളെ കാണാൻ എത്തി. നല്ല ചൊറുക്കുണ്ടാക്കുവോ? അക്ബറിന്റെ കൂട്ടുകാരിൽ ഒരാൾ അക്ബറിനോട് പറഞ്ഞു. അക്ബറിന്റെ ഉമ്മ ആയിഷ വന്ന് അവളെ അകത്തേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോയി കട്ടിലിൽ ഇരുത്തി. മുല്ലപ്പൂക്കളാൽ അലങ്കരിച്ച മണിയറയിൽ കുറച്ചുനേരം ഇരുന്ന ശേഷം രഹന പുറത്തേക്കിറങ്ങി. അവൾ നാത്തൂമാരായ നെജുമുന്നീസയുടെയും സൈഫുന്നീസയുടെയും അടുത്തേക്ക് ചെന്നു. താത്ത, എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, അവൾ സൈഫുന്നീസയോട് പറഞ്ഞു. ഡ്രസ്സ് അലമാരയിൽ ഉണ്ടാവും. പിന്നെ നീ എന്നെ താത്ത എന്നൊന്നും വിളിക്കണ്ട, സൈഫൂന്ന് വിളിച്ചാ മതി. അക്കുവിന്റെ മൂത്തതല്ലേ നിങ്ങൾ? രഹന സൈഫുന്നീസയുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളോ? നീ എന്ന് വിളിച്ചാ മതി. ഒരു ഇള്ളക്കുട്ടി വന്നിരിക്കുന്നു. സൈഫുന്നീസ പുച്ഛിച്ചു ചിരിച്ചു. രഹന അലമാരയിൽ നിന്നും വസ്ത്രമെടുത്ത് ധരിച്ചു. രഹനയും അക്ബറും വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ പല പോസിലുള്ള ഫോട്ടോകൾ എടുത്തു. രാത്രിയായപ്പോൾ അക്ബറിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ റാബിയ രഹനക്ക് ചോറ് വിളമ്പിക്കൊടുത്തു. മണിയറയിൽ രഹന ഭർത്താവ് അക്ബറിനെ കാത്തിരുന്നു. സമയം 12 മണി കഴിഞ്ഞിട്ടും അക്ബറിനെ കാണാനില്ല. രഹനയുടെ കണ്ണുകളിൽ ഉറക്കം തളം കെട്ടി. 1 മണി കഴിഞ്ഞപ്പോൾ അക്ബർ മണിയറയിലേക്ക് വന്നു. ഭർത്താവിനെ കണ്ടപ്പോൾ രഹന എഴുന്നേറ്റു നിന്നു. വേണ്ട, ഇരുന്നോ, അക്ബർ പറഞ്ഞു. രഹന കട്ടിലിൽ ഇരുന്നു. അക്ബർ ഭാര്യയുടെ അടുത്ത് വന്നിരുന്നു. പതിയെ അവളുടെ തോളിൽ കൈവച്ചു. രഹന, അവൻ വിളിച്ചു. രഹന അക്ബറിന്റെ മുഖത്തേക്ക് നോക്കി. നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അക്ബറിന്റെ ചോദ്യം കേട്ടപ്പോൾ രഹനക്ക് ജംഷീറിനെ ഓർമ്മ വന്നു. എങ്കിലും അവൾ ഇല്ല